നമസ്കാരം. മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി നിങ്ങൾ കേൾക്കാനായി പോകുന്നത് നിങ്ങൾ സാധാരണ ഒരു കാര്യമല്ല, ഭഗവാനുമായി ബന്ധപ്പെട്ട വളരെ വേണ്ടപ്പെട്ടതും ഈ സമയം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ, മാറ്റിമറിക്കുവാൻ പോലും സഹായകരമാകാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചും ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചും തന്നെയാണ് എന്ന് പറയാം. അതിനാൽ ഈ വാക്കുകൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തും. അതിൽ ഹൃദയം തൊടുന്ന സന്ദേശങ്ങളായി മാറാം. സാക്ഷാൽ മഹാദേവൻ പരമശിവൻ നിങ്ങളോട് നൽകുന്ന ആ പ്രധാനപ്പെട്ടതായ സന്ദേശങ്ങളെക്കുറിച്ച് അറിയാം. ശ്രദ്ധയോടെ തന്നെ മുഴുവനായും കേൾക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് തന്നെ കമൻ്റായി രേഖപ്പെടുത്തി വധിക്കൂ. ഭഗവാന് മുന്നിൽ വച്ചിരിക്കുന്നതായ പ്രാർത്ഥനകളാണ് എങ്കിലും രേഖപ്പെടുത്താം. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹമുണ്ട്, ആ ആഗ്രഹം നടക്കണം എന്ന പ്രാർത്ഥനയോടെ ആ ആഗ്രഹം നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താവുന്നതുമാണ്. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കുക. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വളരെ വിഷമതകൾ ജീവിതത്തിലുണ്ട്, അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഈ കാര്യങ്ങൾ കാണുവാൻ, കേൾക്കുവാൻ ആരുമില്ലാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ വളരെ വേണ്ടപ്പെട്ടവർ എന്ന് വിചാരിച്ച് ചേർത്ത് പിടിച്ചവർ പോലും നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കുവാനുള്ള സമയം പോലും നൽകുന്നില്ല. അല്ലെങ്കിൽ ഇവരെ വിശ്വസിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് പോലും തോന്നി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞത് ഭഗവാൻ കണ്ടിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. കാരണം പല കാര്യങ്ങളിലും നിങ്ങളെ പലരും പിന്നിൽ നിന്നും കുത്തി എന്നത് വാസ്തവം തന്നെയാണ്. അത്രമേൽ വിഷമം ആ സമയം നിങ്ങളുടെ ഹൃദയത്തെ ബാധിച്ചിരുന്നു എന്നും ഭഗവാൻ സന്ദേശമായി നൽകുന്നു. ധനപരമായ പ്രയാസങ്ങൾ അത് നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. എന്താണ് ഇനി മുന്നോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭാവി എന്താകും, ഇത്തരത്തിലുള്ള പല ടെൻഷനുകളും, ഭാവിയെക്കുറിച്ച് പോലും ടെൻഷനുണ്ട് എന്നത് വാസ്തവമാണ്. ഇത് നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ചിന്തയില്ല എങ്കിലും, അല്ലെങ്കിൽ അത്രമേൽ ചിന്തയില്ല എങ്കിലും നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുകയും അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ വളരെയധികം ബാധിക്കുന്നു. അല്ലെങ്കിൽ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. ആരെ വിശ്വസിക്കണം എന്ന് പോലും സംശയം തോന്നുന്ന ഒരു സാഹചര്യം, വേണ്ടപ്പെട്ടവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പലരും നിങ്ങൾ വിചാരിച്ച സ്നേഹം നൽകാത്തതായ സാഹചര്യം പോലുമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ ഇത്രയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടും നിങ്ങൾ പൂർണ്ണമായും നശിച്ചുപോയ, അല്ലെങ്കിൽ പൂർണ്ണമായും തളർന്നു പോയ ഒരു സാഹചര്യമില്ല എന്നത് വാസ്തവം തന്നെയാണ്. ഓരോ തിരിച്ചടികൾ സംഭവിക്കുമ്പോഴും, ഓരോ വിഷമതകൾ സംഭവിക്കുമ്പോഴും നിങ്ങൾ എഴുന്നേറ്റ് നിന്നു, നിങ്ങൾ തിരിച്ചു വന്നു എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ കഴിവ്, അത് ഭഗവാൻ നിങ്ങളിലേക്ക് പകർന്നു നൽകിയിരിക്കുന്ന കഴിവ് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് മേൽ ഭഗവാന്റെ ഒരു സംരക്ഷണ കവചം ഉള്ളതിനാലാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ ഈ സമയം വിസ്മരിച്ചു പോകുന്നതും നിങ്ങൾ ഓർക്കാത്തതുമായ കാര്യം, അല്ലെങ്കിൽ ഇതുവരെ അനുഭവഭേദ്യമല്ലാത്തതായ കാര്യം, നിങ്ങൾ എത്രമേൽ ശക്തരാണ് എന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ ശക്തരാണ് എന്ന്, എന്നാൽ അതിലും 10 മടങ്ങ് ശക്തരാണ് എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടതായ കാര്യം, നിങ്ങൾ തനിച്ചു തന്നെയായിരുന്നു പല സമയങ്ങളിലും. കൂടെയുണ്ട് എന്ന് വിചാരിച്ചിരുന്നത് വെറും ചിന്തകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതൊരു തെറ്റായ ചിന്ത മാത്രമായിരുന്നു.
അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ചുറ്റും ചില വിഷമകരമായ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു അപകടകരമായ സാഹചര്യം പോലുമുണ്ട്. ഒരു അപകടം നിങ്ങൾക്കെതിരെ ഒളിഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. വീണ്ടും വീണ്ടും ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തെറ്റായി പ്രവർത്തിച്ചിട്ടുണ്ടോ, അതുമൂലമുള്ള തിരിച്ചടിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈയിടെയായി തീർച്ചയായും നിങ്ങൾക്ക് ചുറ്റിലും ചില മാറ്റങ്ങൾ പ്രകടമാകുന്നതായ സാഹചര്യമുണ്ടോ എന്ന് നോക്കണം. പതിവിലും വിപരീതമായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്കൊരു അബദ്ധമായി തോന്നുന്നുണ്ടോ എന്ന് തോന്നണം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത കടന്നു വന്നിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. പല കാര്യങ്ങളിലും നിശബ്ദത നിങ്ങൾക്കുണ്ട് എന്നതും വാസ്തവമാണ്. ഏതെങ്കിലും വ്യക്തികൾ ഏതെങ്കിലും കാര്യം നിങ്ങളോട് മറയ്ക്കുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ സ്നേഹം കാണിക്കുകയോ അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ നിങ്ങളോട് പതിവായി സംസാരിക്കുന്നവർ അല്ലെങ്കിൽ അത്തരത്തിലൊരു വ്യക്തി സംസാരിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ ചിന്തകൾ പോലും നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉയർത്തുന്നതായ പല കാര്യങ്ങളിലും നിങ്ങളെ നിശബ്ദരാക്കുവാനുള്ള ശ്രമങ്ങളുമാകാം. നിങ്ങളുടെ നാവ് അത് പൊന്തരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുമാകാം. ചില കാര്യങ്ങളിൽ ചില വ്യക്തികൾ അകലം പാലിക്കുന്നതായ സാഹചര്യം പെട്ടെന്ന് സംഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഈ വ്യക്തികൾ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ ദുർബലമാക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളെ ദുർബലമാക്കുവാനുള്ള ആ ശ്രമങ്ങൾ നിങ്ങൾ ചെറുക്കേണ്ടത് അനിവാര്യമാണ്. ആത്മവിശ്വാസം നിങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളെ പിന്തുണയ്ക്കുന്നവരെ നിങ്ങൾ ഒരിക്കലും അകറ്റാൻ പാടുള്ളതല്ല. അവരെ നിങ്ങൾ ചേർത്ത് നിർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. പലപ്പോഴും പല വ്യക്തികൾ സ്നേഹം, കപടമായ സ്നേഹം, സഹതാപം എന്നിവ കാണിച്ചും ഉണ്ടാക്കുന്നതായ ആ സ്നേഹബന്ധം അല്ലെങ്കിൽ കൂട്ട്, അതിൽ നിങ്ങൾ അല്പമൊരു ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, ആ അപകടങ്ങളെ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ, സാക്ഷാൽ പരമശിവന്റെ തീരുമാനത്തെ തടുക്കുവാൻ ആ ഒരു വിധത്തിലുമുള്ള തീരുമാനങ്ങൾക്കും സാധിക്കുന്നതല്ല. അവർ എടുത്തിരിക്കുന്നതോ ചിന്തിക്കുന്നതുമായ കാര്യങ്ങൾ ഒന്നും ഭഗവാന്റെ തീരുമാനങ്ങളെ തടുക്കുവാൻ പ്രാപ്തമല്ല. അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടത് സമാധാനമാണ്. നിങ്ങൾക്കെതിരെ നടന്നിരിക്കുന്നതായ എല്ലാ ശ്രമങ്ങളും അല്ലെങ്കിൽ അവർ കണക്കുകൂട്ടിയിരിക്കുന്നതായ ചതികളെ പോലും അതിനെ എതിർക്കുവാൻ സാധിക്കുകയും അവരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുവാൻ സാധിക്കും വിധം ഭഗവാൻ നിങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുന്നു, അവരുടെ ശക്തി ചോർന്നിരിക്കുന്നു എന്നതാണ്. തീർച്ചയായും അവർ പല വിധത്തിലും നിങ്ങൾക്കെതിരെ കുഴികൾ തയ്യാറാക്കിയിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അധ്യായം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത പാടുള്ളതല്ല. സർവശക്തനായ സാക്ഷാൽ പരമശിവൻ, ദേവന്മാരുടെ ദേവനായ മഹാദേവൻ നിങ്ങൾക്കൊപ്പമുണ്ട്. അതൊരു സംരക്ഷണ വലയമായി നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം അപ്രകാരം കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഈ സമയം എടുത്തു പറയേണ്ടതായ ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് മേൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പൂർവികരുടെ, പിതൃക്കളുടെ അനുഗ്രഹവും ഈ സമയം നിങ്ങൾക്കൊപ്പം നിന്നു എന്നുള്ളതാണ്.
അതിനാൽ അപകടകരമായ പല കാര്യങ്ങളെയും തരണം ചെയ്യുവാനും ശക്തിയോടെ നിലനിൽക്കുവാനും നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ നൽകുവാനും നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോഴും പല കാര്യങ്ങളിലും ഒരു സംശയമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ നീതി, അർഹതയ്ക്കനുസരിച്ച് നിങ്ങളിലേക്ക് വന്ന് ചേരേണ്ടതായ നീതി, അത് നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നിങ്ങൾ യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നത് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. അത് സാധ്യമാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളുടെ കണ്ണിൽ നിന്നും വീണിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം ഭഗവാൻ തന്നെ തിരിച്ച് അവർക്ക് ഉത്തരം പറയേണ്ടതായ സാഹചര്യം രൂപപ്പെടുത്തും എന്നതാണ് വാസ്തവം. തീർച്ചയായും അവർ പല വിധത്തിലും ഉത്തരങ്ങൾ നൽകേണ്ടതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം. പലതും നിങ്ങൾ ക്ഷമിച്ചു തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നത് വാസ്തവം തന്നെയാണ്. ആ ക്ഷമയ്ക്കുള്ള ഫലം നിങ്ങളിലേക്ക് കടന്ന് വരികയാണ്. നീതി നിങ്ങളിലേക്ക് വന്ന് ചേരുകയാണ്. സന്തോഷം, സമാധാനം, നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ വിജയങ്ങൾ, അത് നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ്. ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇരുണ്ട നാളുകൾ ഉണ്ടായിരുന്നു. ഇനി അതേക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടില്ല. ആ അധ്യായം ചിലരുടെ ദേഷ്യം, അസൂയ, ശത്രുദോഷം, അതെല്ലാം നിങ്ങളിൽ നിന്നും ഭഗവാൻ നീക്കുകയാണ്. ഈ സമയം എന്താണ് നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്, സംഭവിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണ്, തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ആ തടസ്സങ്ങൾ ഭഗവാൻ നീക്കുന്നതായ സാഹചര്യം രൂപപ്പെടാം. പല കാര്യങ്ങളും നിങ്ങളുടെ മുൻപിൽ തടസ്സങ്ങളായി നിലനിന്നിരുന്നു എങ്കിൽ അത് അത്ഭുതപ്പെടുത്തും വിധം അതെല്ലാം നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായി പോകും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായങ്ങൾ ലഭിക്കുവാനും പല വ്യക്തികളും നിങ്ങളെ സഹായിക്കുവാൻ തുനിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി, വിജയങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ശ്രമപ്പെട്ട് പരിശ്രമത്തിലൂടെ ഓടേണ്ടതായ സാഹചര്യം ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണ് എന്ന് കാണുന്നു. കാരണം നിങ്ങൾ ഭഗവാന് മുൻപിൽ കളങ്കമില്ലാതെ നൽകിയിരിക്കുന്നതായ പ്രാർത്ഥനകൾ, അർപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകൾക്ക് ഒരു ഉത്തരം ലഭിക്കുവാൻ പോകുകയാണ്. അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതങ്ങൾ സംഭവിക്കും എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾ ചിന്തിക്കാത്ത വിധത്തിലായിരിക്കും മാറ്റങ്ങളായി വന്നു ചേരുക. അത് കോടിക്കണക്കിന് പണമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ഉത്തരങ്ങളാണ്, അവസരങ്ങളാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ ചില കാര്യങ്ങളാണ്, ജീവിതം മാറ്റിമറിക്കുന്നതായ ചില കാര്യങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ ഒരു സങ്കല്പമുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിക്കുന്ന ആ ദുസ്വപ്നങ്ങൾ നിറഞ്ഞ കാലം നിങ്ങൾ മറന്നു പോവുകയും നിങ്ങൾക്ക് ആവശ്യമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വേഗത്തിൽ ഒരു അത്ഭുതമായി കടന്നു വരാവുന്ന സാഹചര്യമുണ്ട്. പലരും പറഞ്ഞിട്ടുള്ളതായ കാര്യമുണ്ട്, ഒന്നും നടക്കില്ല എന്ന്. അത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അത് മുൻവിധിയോടെ മനസ്സിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ നിങ്ങൾ കരുതിയതേയല്ല സംഭവിക്കുക എന്നതാണ് വാസ്തവം. നിങ്ങളുടെ കൺമുൻപിൽ പല കാര്യങ്ങളും യാഥാർത്ഥ്യമായി തീരും. പല കാര്യങ്ങളും അത്ഭുതമായി നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ഈ സമയം ഭഗവാന്റെ കൃപ അത് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ അപ്രാപ്യമായത് ഒന്നുമില്ല. നിങ്ങൾക്ക് തീർച്ചയായും നഷ്ടപ്പെട്ടിട്ടുള്ളതായ പല കാര്യങ്ങളുമുണ്ട്. അതിൽ പലതും
നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരട്ടിയായി തിരികെ വന്ന് ചേരുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടത് അനിവാര്യമാണ്. ഭഗവാൻ നൽകുന്നതായ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. ഈ സമയം നിങ്ങളുടെ തീരുമാനങ്ങൾ അത് കൃത്യമായിരിക്കണം. ഹൃദയം തുറന്ന് ചിന്തിച്ച് എടുക്കുന്ന തീരുമാനങ്ങളായിരിക്കണം ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടത്. ഈ സമയം പുതിയൊരു ജീവിതം, പുതിയ അവസരങ്ങൾ അത് സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകേണ്ടത് അനിവാര്യമാണ്. പലരും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അമിതമായി നിയന്ത്രിക്കുന്ന, മുറുകെ പിടിക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. അതായത് ഭാവിയിലേക്കുള്ള പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങളാൽ ആശങ്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. പലരെയും പല വിധത്തിലും അനുസരിച്ച് നിൽക്കേണ്ടതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളുടെ പ്രവൃത്തികൾ അവരെ ഭയന്നായിരുന്നു എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം കിട്ടുകയോ അനുമതി ലഭിക്കുകയോ ആശ്വാസം ലഭിക്കുന്നതായ ചില കാര്യങ്ങളോ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്ന ബോധ്യം വന്നു ചേരാം. അഭിമാനം തോന്നുന്ന പ്രവർത്തനങ്ങൾ കടന്നു വരാം. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നത്, മാനസികപരമായാണ് എങ്കിലും ശാരീരികപരമായാണ് എങ്കിലും വളരെയധികം പോസിറ്റീവായ ഊർജം കടന്നു വരുന്ന സമയമാണ്. അതിനാൽ തീർച്ചയായും ഒരു പുരോഗതി നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് പല കാര്യങ്ങളിലും പ്രകടമാകും, നിങ്ങളെ തേടിയെത്തും എന്നത് വാസ്തവം തന്നെയാണ്. അതിനാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ തീർച്ചയായും നിർണായക സാഹചര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം എടുക്കുന്ന തീരുമാനങ്ങൾ സത്യസന്ധവും കൂടാതെ ബുദ്ധിപൂർവമായിരിക്കണം. ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. ഏതെല്ലാം വ്യക്തികളാണ് എതിരായി നിൽക്കുന്നത് എന്ന ബോധ്യവും ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരണം. ചില വ്യക്തികൾ ചില നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. അതിൽ പതറാതെ മുന്നോട്ട് തന്നെ പോകണം. തീർച്ചയായും ഈ സന്ദേശങ്ങൾ ഈ സമയം കേൾക്കുവാൻ സാധിച്ചത് അത് ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ.